പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടുമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അങ്ങനെ ഗായ്സ് ഇന്ന് ഒരാൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഗായ്സ്. നിങ്ങളിങ്ങനെ ചൂടാവണം, എന്നാലും എനിക്ക് കണ്ടന്റ് നല്ല സാധനം കിട്ടുക. നിങ്ങളിപ്പോൾ ഭയങ്കര നീറ്റായി, എന്താണെന്ന് അറിയാൻ പറ്റില്ല, ഭയങ്കര നീറ്റായിരിക്കും ഗൈസ്. ഇപ്പം അതാണ് എനിക്ക് കണ്ടന്റ് കിട്ടാത്തത്. മറ്റേത് എന്തെങ്കിലുമൊക്കെ ഇവർ കച്ചറകൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പം എനിക്ക് അങ്ങനെ കുടുംബകലകൾ ഉണ്ടാക്കാൻ തോന്നുന്നില്ല. കാരണം ഇവർ ഭയങ്കര നീറ്റായിട്ട് പോകുന്ന ഒരാൾക്കാരെ കൊണ്ട് വരുമാനം കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, സമാധാനം ഉണ്ടായാൽ മതി. മനുഷ്യന് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനമാണെന്നുള്ളത് ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു വരികയാണ് ഗൈസ്, അല്ലേ? 10 രൂപ കുറഞ്ഞാലും പാടില്ല, സമാധാനം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞല്ലേ. കണ്ടോ, ഇന്നിവിടെ സ്പെഷ്യൽ ആൾക്കാരൊക്കെ ഉണ്ട്. ആരാവും അങ്ങനെ ഗൈസ്? ഇന്ന് സിനോന്റെ ഉമ്മയും ഉപ്പയും അനിയത്തിയും വന്നിട്ടുണ്ട്. രാവിലെ ഞങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവളോട് പറയുന്നുണ്ട്, അമ്മായിമ്മയും ഉമ്മയും തമ്മിൽ എന്താ മാറ്റമാണ്, എന്റെ ഉമ്മാനെ എന്റെ അമ്മയായിട്ട് കണ്ട പ്രശ്നം തീരൂലേന്ന് ചോദിക്കും. എന്റെ ഉമ്മനെ എന്റെ അമ്മയായിട്ട് കണ്ട പ്രശ്നം തീരൂലേന്ന് ചോദിക്കും. അതിൽ ഓള് പറയാണ് അത് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അതിൽ വ്യത്യാസം എന്താണ് പറയും? എന്റെ അമ്മ ആണെങ്കിൽ നാട്ടുകാരെ സകല കുറ്റിന്റെ അടുത്ത് എന്ന് പറയും, അമ്മായിമാരാണെങ്കിലോ എന്റെ കുറ്റ നാട്ടുകാരുടെ അടുത്ത് പോയി പറയുന്നു. ഓക്കെ, റിയാലിറ്റി മറ്റേ ഒരു പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്കിവിടെ പറയാൻ പറ്റൂല കാരണം ഇന്ന് നിങ്ങളൊരു വിലയിരുത്തു. എന്താ പഴഞ്ചൊല്ലെന്ന് അറിയോ? 2 മല ചേരും, ബാക്കി ഞാൻ പറയില്ല. ഓക്കെ, അത് പണ്ട് ഈ വല്യമാരൊക്കെ പറയണ ഇന്നോടനെ കേട്ടിക്കണം. ഈ പെണ്ണുങ്ങൾ ശത്രുവാണെന്നുള്ളതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഇവര് കൂട്ടത്തിൽ ചേരാൻ ഭയങ്കര പണിയാണ്. ആണുങ്ങൾക്കൊന്നും പ്രശ്നങ്ങളില്ല, ആണുങ്ങളൊക്കെ അവനാന്റെ പ്രശ്നം തന്നെ നോക്കാൻ നേരമുണ്ടാവും. പക്ഷെ ഇവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടെത്തണം. കുട്ടി വലിപ്പല്ല, കുട്ടി നിറമില്ല, കുട്ടി തടിയില്ല, കുട്ടി അതില്ല, അല്ലെങ്കിൽ ഓള് അത് വാങ്ങി, ഓള് ഇത് വാങ്ങി, അവനാന്റെ പ്രശ്നം 100 ഉണ്ടാവും. അതിന് പരാതി, അതിന് ടെൻഷൻ അടിക്കാതെ ഓള് കാറ് വാങ്ങിക്കഴിഞ്ഞാവും ഭയങ്കര ടെൻഷനേക്കാരം. അപ്പം എന്തായാലും എന്താണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവനിങ്ങിൽ നമുക്കൊരു കല്യാണം ഉണ്ട് അല്ലേ. കല്യാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ഖത്തർ പോയ ടൈമിൽ ഖത്തറിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത ആൾക്കാർ അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്കും ഇഷ്ടമായി. മൊത്തത്തിൽ സിനുവിൻ്റെ ഫാമിലി അന്ന് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓൽക്കും കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എവിടെയാണെന്ന് വെച്ചാൽ വടക്കാഞ്ചേരി ഭാഗത്താണ് കല്യാണം. അപ്പം 4 മണി കല്യാണമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ സിനുവിൻ്റെ ഫാമിലിയുടെ കല്യാണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി കല്യാണം, ഇവിടുത്തെ കല്യാണം കഴിഞ്ഞാൽ നേരെ അവിടുത്തെ കല്യാണം കൂടാൻ പോകും. ഞായറാഴ്ച ആയിട്ട് നിങ്ങളുടെ പരിപാടി എന്താണെന്ന്? കല്യാണങ്ങളൊക്കെ ഇനി ഇവിടുന്ന് ഫുൾ കല്യാണങ്ങളാണ് അല്ലേ. ഓരോ വിശേഷങ്ങളും കല്യാണങ്ങളും പിന്നെ ഓണവും കാര്യങ്ങളൊക്കെ വരാൻ നിൽക്കുകയാണ്. അപ്പം മൊത്തത്തിൽ ഇന്നൊരു ഒക്കെ തിരക്ക് പിടിച്ചിട്ടുള്ള ദിവസങ്ങളാണ്. പാലക്കാട് നമുക്കൊരു കല്യാണം ഉണ്ട്. പക്ഷേ അതിനൊക്കെ പങ്കെടുക്കണം. നാളത്തെ ഒരു കല്യാണം, മൊത്തം കല്യാണം. പക്ഷെ കല്യാണമൊക്കെ ആയാലും എനിക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പോഴും ആയിട്ടില്ല കൈസ്. ഇപ്പോഴും ഞാൻ ഡയറ്റിൽ തന്നെയാണ്. എനിക്ക് എന്താ വെച്ചാൽ ഡയറ്റിനോട് ഞാൻ എൻ്റെ അക്സെപ്റ്റായി. അതുകൊണ്ട് എനിക്ക് എപ്പോഴും വിടാൻ തോന്നുന്നില്ല. എന്ത് നിങ്ങൾക്ക് എന്ത് നല്ലത്, നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നമുക്കെല്ലാം ഒന്നും കിട്ടാത്തത്. പക്ഷേ ഏറ്റവും കൂടുതൽ പൈസക്ക് ഫുഡ് കഴിക്കുന്ന ആൾ ഞാനാട്ടോ ഈ വീട്ടിൽ. കാരണം ഒരു ദിവസം എനിക്ക് 1000 സംതിങ് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ എന്താ നോഫല് 1000 റുപ്യക്ക് തിന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ സംഭവമുണ്ട്. കോഴിയുണ്ട്, മുട്ട ഉണ്ട്, പിന്നെ എത്രയോ പൈസ നമ്മളിപ്പോൾ എന്തിനൊക്കെ ചിലവാക്കല്ലേ. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കേണ്ട കാര്യം. അപ്പോൾ ഒന്ന് വാങ്ങിയ മീനുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വത്തൽ മീൻ. ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ നത്തൾ എന്ന് പറയും. നിങ്ങളുടെ ചില നാട്ടിൽ ഇതിന് വത്തൽ എന്ന് പറയും. പിന്നെ ഇതിന് എന്തൊക്കെ പേരുണ്ടെന്ന് നമുക്കറിയില്ല. നത്തോലി എന്ന് പറയും. ഇത് ആവോലിയാണ്. ഇത് എനിക്കുള്ള മീനാണ്, അതായത് ഒലീവ് ഓയിലിൽ പൊരിച്ചിട്ടുള്ള മീനാണ്. ഇതിൽ മിഞ്ഞാന്നത്തെ അയില ഇട്ടിക്കണോ? മിഞ്ഞാന്നത്തെ ഇന്നലത്തെ അയിലയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കുള്ള ആവോലിയാണ്. അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓയിലല്ല, ഒലീവ് ഓയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ എന്താ നോക്കല്ലേ, ബിരിയാണി. ഇപ്പോൾ സിനുവിൻ്റെ ഫാമിലി വന്നിട്ട് ബിരിയാണിയൊക്കെ വെക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ നമ്മൾ ബിരിയാണി വാങ്ങാൻ പോകുന്നത് അല്ല, ബിരിയാണി കഴിക്കാൻ പോകുന്നത് അല്ലേ. ഉച്ചക്കും കൂടി വേണ്ട. ഞാൻ നാളെയും ബിരിയാണിയാണ്. ഇന്നലെയും ബിരിയാണി ആയിരുന്നു. ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു മണ്ണാർക്കാട്. നീ നിന്റെ പലനിൽ നിന്നു വഹിയായി വന്ന അരുളുകളുരയണം,
ഇരുൾ വീണ കൽവും നിൻ കലാമായി ധന്യമാക്കേണം നീ എന്നഴകെ എൻ്റെ റഹ്മാനേ റുഹിന്നിൽ തന്നോനേ നീ എന്ന നിറോനേ ലൗഹിന്നുടയോനേ ഗഫാറും നീയേ നീയേ ഗഫാറും നീയേ നീയേ കുന്നോളം തന്നോനേ ഉള്ളം കാണുന്ന മന്നാനേ. മതിയോ? എത്ര കാലം നമുക്കൊരു ഒരുമിച്ചൊരു പാട്ട് പാടണ്ടേ? 2-3 ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കാലം കുറേയായി. 2-3 ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഓളും കുട്ടി ഒറ്റക്കുള്ള ഒരു റിസോർട്ട് പോക്കാണ് ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം ഭർത്താവ് ഭാര്യ എന്ന് പറയുമ്പോ അതിനൊരു എന്താ പറയാ കുറച്ചൊരു ടൈം വേണ്ടേ. പിന്നത്തെ ആഗ്രഹം പിന്നെ ബീച്ച് പോകണ്ടായിരുന്നു, അത് കഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ഒരുമിച്ച് ഒരു പാട്ടും കൂടി പാടണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതിനൊക്കെ ഒരു ടൈം കിട്ടേണ്ട കഴിച്ചു ആകെ തിരക്ക്. ഇപ്പോൾ മൊത്തത്തിൽ നല്ല വർക്കും ഉണ്ട്, പരസ്യങ്ങളും ഉണ്ട്. അതിൻ്റെ പുറമെ അതാണ് ഇപ്പോൾ ഈ വ്ളോഗൊന്നും എടുക്കാനൊന്നും സമയം കിട്ടാത്തത്. ഓരോ വീഡിയോസും കാര്യങ്ങളും വീട്ടിലെ പ്രമോഷനും കാര്യങ്ങളും പിന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ തിരക്കാണ്. പിന്നെ ഓരോ പ്രമോഷനൊക്കെ കിട്ടുമ്പോൾ ഇതിങ്ങനെ ടൂറായിട്ട് പോകുമ്പോൾ ഓൽക്ക് അങ്ങനെ പറ്റൂല. ഓൽക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൽക്കായിട്ടുള്ളൊരു സമയം മാറ്റി വെക്കണം എന്നുള്ള ചിന്ത ഉള്ള ആൾക്കാരാണ്. അങ്ങനെ പറ്റൂല, അതിന് പോവും. ആള് ഫുൾ ടൈം ഫോണില് നമ്മൾ ഷൂട്ട് എടുക്കുക പോരുക. അതിലിപ്പോ എന്താ കാര്യം? കിട്ടിയ സമയം എൻജോയ് ചെയ്യാൻ പഠിക്കണം. മക്കളൊക്കെ കുറച്ച് നമ്മൾ ഇതാക്കണ കണ്ടിട്ട് മക്കളൊന്നും കൊണ്ടോണ്ടാ നമുക്ക് ഉണ്ടാക്കും പോവാന്ന്. മക്കളെ കൊണ്ടോണ്ടാന്ന് എന്താ പോലൊക്കെ അവസ്ഥ. ഞാനാണെങ്കിലോ മക്കളെ കൊണ്ടോണ്ടാ പറഞ്ഞു മക്കളൊന്നും വേണ്ട, ഞാൻ മക്കളെ ഇൻഡോടെ ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കും പോവാന്ന്. നമ്മള് യുദ്ധക്കാരൻ ഞാൻ പറഞ്ഞത്. ഞാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ട് അറിയൂ. പിന്നെ പകലും ഓർക്കില്ല, രാത്രി ഓർക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരത്തെ കല്യാണത്തിനാട്ടോ പോകുന്നത്. കല്യാണം വൈകുന്നേരത്താണ്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ, വടക്കാഞ്ചേരി ചിറ്റണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണം. അപ്പോൾ കല്യാണം ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഖത്തറിൽ നിന്ന് ഒരു ഫാമിലിനെ പരിചയപ്പെട്ടായിരുന്നു. നമ്മൾ ഫോളോവേഴ്സ് കൂടിയാണ്. സത്യത്തിൽ ആ ഒരു ഫാമിലിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അവരുടെ കൂടെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യലും ചിലവഴിക്കലും രാത്രി ഫുഡ് ഉണ്ടാക്കലും അങ്ങനെ മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു കാര്യം നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ അത് നിരസിക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും നമ്മൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്തിരിക്കണേ. ഓക്കെ, അപ്പോൾ ആ ഒരു കല്യാണത്തിന് സിനുവിൻ്റെ ഫാമിലിനെ ക്ഷണിച്ചിട്ട്, കാരണം ഖത്തറിൽ ഇവരും ഒരുമിച്ചുണ്ടായിരുന്നതാണല്ലോ. അങ്ങനെ എല്ലാവരും കല്യാണത്തിനായിട്ട് തന്നെ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ കല്യാണത്തിന് പോകണം കേട്ടോ.